വാർത്തകൾ തുടരുന്നു. കടപ്ലാമറ്റത്ത് CITU AITUC സമരം തുടരുന്നു. കടപ്ലാമറ്റം മേഖലയിലെ കരിങ്കൽ ക്വാറി വ്യവസായം അടച്ചുപൂട്ടിക്കുന്ന UDF പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തൊഴിലാളികളുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങി. വൻകിട കൽക്കരി ഖനികൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവ ഖനനം ചെയ്യുന്ന വൻകിട ഖനികൾക്ക് മാത്രം ബാധകമായ മൈൻ സേഫ്റ്റി നിയമം ചെറുകിട പാറമടകളിൽ നടപ്പിലാക്കി പാറമടകളുടെ പ്രവർത്തനം നിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആസൂത്രിത നീക്കങ്ങളാണ് UDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. പഞ്ചായത്തിൽ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന 19 പാറമടകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് മൈൻ സേഫ്റ്റി നിയമം ബാധകമാക്കാനുള്ള ഹീന നീക്കമാണ് പഞ്ചായത്തിൻ്റെ ഒത്താശയോടെ നടന്നുവരുന്നത്. വെളിയന്നൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന വൻകിട മെറ്റൽ ക്രഷർ ഉടമയ്ക്ക് വേണ്ടിയാണ് കടപ്ലാമറ്റത്തെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം തടയുന്നതെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. സമീപ ജില്ലകളിലേക്കടക്കം പൊതുമരാമത്ത് പ്രവൃത്തികൾക്കും സ്വകാര്യ വ്യക്തികളുടെ അടക്കം കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾക്ക് കടപ്ലാമറ്റത്ത് നിന്നുമാണ് കരിങ്കല്ല്, മെറ്റൽ, പാറപ്പൊടി എന്നിവ എത്തിക്കുന്നത്. കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം നിലച്ചാൽ നിർമ്മാണ മേഖല പ്രതിസന്ധി നേരിടുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന സമരം അപഹാസ്യമാണെന്ന വാദവുമായി പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തി. ചുരുങ്ങിയ കാലം കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച് വിവിധ പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന അവസരത്തിൽ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായാണ് CITUയും AITUC യൂണിയനുകൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് T. കിപ്പുറം, പഞ്ചായത്ത് അംഗം PG സുരേഷ് എന്നിവർ കുറവലങ്ങാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സമരത്തെ സംബന്ധിച്ചുള്ള നോട്ടീസിലും കഴിഞ്ഞ ദിവസം നടത്തിയ പൊതുയോഗത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 100% കളവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. നിജസ്ഥിതി ജനങ്ങളെ അറിയിക്കുവാൻ ഭരണസമിതി ഒന്നാകെ ആഗ്രഹിക്കുന്നതായും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. കടപ്ലാമറ്റം പഞ്ചായത്തിൽ 20 ക്വാറി ലൈസൻസുകളാണ് ഉള്ളത്. അതിൽ ഒരു പാറമടയ്ക്ക് പോലും പഞ്ചായത്ത് നേരിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടില്ലെന്നും പഞ്ചായത്ത് ഭരണപക്ഷം വാദിക്കുന്നു. സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 പേരുടെ ലൈസൻസുകളുടെ പാറമടകൾക്ക് മൈൻ സേഫ്റ്റിയുടെ ബാംഗ്ലൂർ ഓഫീസിൽ നിന്നും 24/10/2011 മൈൻസ് ആക്ട് 1952 സെക്ഷൻ 22 സബ്സെക്ഷൻ 3 അനുസരിച്ച് പാറമട പ്രവർത്തനം ഉടൻ നിർത്തിവെക്കുവാൻ ഉത്തരവായതായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് T. കിപ്പുറം വ്യക്തമാക്കുന്നു. സ്വകാര്യ വ്യക്തി സ്വമേധയാ പാറമട പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണെന്നും എന്നാൽ മറ്റൊരാൾ ഉത്തരവ് മറികടന്ന് പാറമട പ്രവർത്തനം തുടർന്ന് നടത്തിയതിനാൽ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിക്കുകയും അതിന് അനുസരിച്ച് കേസിൽ ഉത്തരവ് ഉണ്ടാകുകയും ചെയ്തതായും പഞ്ചായത്ത് ഭരണപക്ഷം വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ മദ്യശാലയ്ക്ക് മുൻപിൽ മദ്യം വാങ്ങാനെത്തുന്നവർക്ക് ബോധവൽക്കരണം. കുറവലങ്ങാട് ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാലയ്ക്ക് മുൻപിലാണ് KCYM പ്രവർത്തകരുടെ ബോധവൽക്കരണം. മദ്യവിൽപ്പനശാലയ്ക്ക് മുമ്പിൽ KCYM കുറവലങ്ങാട് യൂണിറ്റിന്റെ വേറിട്ട ബോധവൽക്കരണ ശ്രമം. കുറവലങ്ങാട്ടെ സർക്കാർ മദ്യവിൽപ്പനശാലയ്ക്ക് മുമ്പിലാണ് KCYM വേറിട്ട ബോധവൽക്കരണ ശ്രമം മദ്യപാനികൾക്കായി നടത്തിയിരിക്കുന്നത്. കുറവലങ്ങാട്ടെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ബോധവൽക്കരണ ശ്രമം. KCYM കുറവലങ്ങാട് യൂണിറ്റിന്റെ സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി മദ്യവിപത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി KCYM കുറവലങ്ങാട് യൂണിറ്റ് മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഈ വർഷവും ആരംഭിച്ചിരിക്കുകയാണ്. മദ്യപാനം എന്നതൊരു സാമൂഹിക അടിസ്ഥാന തിന്മയാണ്. ഈ ഒരു അടിസ്ഥാന തിന്മയിൽ നിന്നാണ് മറ്റ് തിന്മകളെല്ലാം ആരംഭിക്കുന്നത് എന്നുള്ള ബോധ്യം സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി ഈ അടിസ്ഥാന തിന്മ കൂടുതലായും ബാധിക്കുന്നത് വീട്ടമ്മമാരെയും കുട്ടികളെയുമാണ് എന്നുള്ള ഒരു ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കുട്ടികളുടെ വേദനകളും വികാരങ്ങളും നിലവിളികളും ഒപ്പിയെടുത്ത് അത് അക്ഷരങ്ങളാക്കി സമൂഹ മനസാക്ഷിക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ ഈ ബോധവൽക്കരണ ഫ്ലെക്സിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മനസാക്ഷിക്ക് നേരെയുള്ള വിദ്യാർത്ഥികളുടെ നിലവിളി ചോദ്യം ചെയ്യൽ ഇത് ഒരു മാറ്റമുണ്ടാക്കും. ഇത് മദ്യപന്മാരായ മാതാപിതാക്കൾക്ക് ഒരു തിരിച്ചറിവ് ഇതിലുണ്ടാക്കുമെന്നുള്ളൊരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ലക്കുകെടാൻ കാശു കൊടുത്ത് മദ്യം വാങ്ങുന്ന ചേട്ടന്മാരെ അയ്യോ കഷ്ടം. മക്കളോട് ഒരിട്ടു സ്നേഹമുള്ള അപ്പന്മാർ മദ്യമിക്കുമോ? എൻ്റെ വീട് സ്വർഗമാണ്, എൻ്റെ പപ്പ ഒരിക്കലും കുടിക്കില്ല. മദ്യപാനി ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യം മനുഷ്യനെ മൃഗമാക്കുന്നു. മദ്യം സാധാരണ മൂത്രമാണ് എന്നിങ്ങനെ വേറിട്ട ബോധവൽക്കരണ ശ്രമമാണ് KCYM നടത്തിയിട്ടുള്ളത്. നൂറുകണക്കായ ആളുകളാണ് ഓരോ ദിവസവും സർക്കാർ മദ്യവിൽപ്പനശാലയിലെത്തി മദ്യം വാങ്ങി മടങ്ങുന്നത്. ഒരു നിമിഷം ചിന്തയ്ക്കെങ്കിലും വിഷയീഭവിച്ചെങ്കിൽ എന്നുള്ള ലക്ഷ്യമാണ് KCYMന്റെ ഈ ശ്രമങ്ങൾക്ക് പിന്നിലുള്ളത്. കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ
പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും. കോഴ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകം 1 തീയതി 2012 ജൂലൈ 16 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടത്തപ്പെടുന്നു. ഏതൊരു സൽക്കർമ്മവും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അനുഷ്ഠിക്കണമെങ്കിൽ ആവശ്യം വേണ്ടത് വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നതാണ്. വിഘ്ന നിവാരണത്തിന് മഹാഗണപതി ഉപാസനയാണ് പുരാണേതിഹാസങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഇതിൽ പ്രാധാന്യമുള്ള ഒന്നാണ് പ്രത്യക്ഷ മഹാഗണപതി ഹോമം. ഇനി അറിയിപ്പുകൾ. പകർച്ചപ്പനി, ഡെങ്കിപ്പനി, വൈറൽ ഫീവർ എന്നീ പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും രോഗപ്രതിരോധ മരുന്ന് വിതരണവും കുറവിലങ്ങാട് മർത്തമറിയം ഫൊറോനാപ്പള്ളി സെഹിയോൻ ഊട്ടുശാലയിൽ ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ നടക്കും. പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി കുറവിലങ്ങാട് സോണിന്റെ ആഭിമുഖ്യത്തിൽ കുറിച്ചി കേന്ദ്ര ഹോമിയോപ്പതി ഗവേഷണ സ്ഥാപനവും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതിയുടെയും സഹകരണത്തോടെ നടത്തുന്ന സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും രോഗപ്രതിരോധ മരുന്ന് വിതരണവും നടത്തപ്പെടുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2765 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.